ഹായ് ഗേസ്, ഞാൻ ഷാനി കടവത്ത്. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് അംബേദ്കറുടെയും മനുസ്മൃതിയുടെയും കുറിച്ചുള്ള കാര്യങ്ങളാണ്. വളരെ വിവാദപരമായ കാര്യങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ പ്രപഞ്ചോൽപത്തി മുതൽ മനുഷ്യ വംശത്തിൻ്റെ നിലനിൽപ്പും ദിനചര്യകളും വ്യവസ്ഥകളും സമ്പ്രദായങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി ഒരുപോലെ വിശദീകരിച്ചിട്ടുള്ളതാണ് ബൈബിളും ഖുറാനും മനുസ്മൃതി ഇവയൊക്കെ. ഇതിൽ നിന്നൊക്കെ മനുസ്മൃതി വളരെ സൂക്ഷ്മ നിരീക്ഷണ പാഠവും ഉള്ളതാണ്. മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവയൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇവയൊക്കെ നടത്തപ്പെടുന്നത് നടപ്പിലാക്കുന്നത് ചില വ്യവസ്ഥകൾക്ക് ഉള്ളിലിരുന്നു കൊണ്ടുള്ള വികലമായ രീതിയിലായതുകൊണ്ടാണ് ഇവയൊക്കെ അരോചകമായി തീർന്നത്. നമ്മൾ ലോകചരിത്രം പരിശോധിക്കുമ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ, ഇതിൽ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വേർതിരിച്ചിരിക്കുന്നുണ്ട്. രാജാവും പ്രജകളും, അതുപോലെ തന്നെ ഏത് ജോലിയായാലും മരപ്പണിക്കാരനായാലും, ഇവയൊക്കെ നമുക്ക് ഓരോ ലോക ചരിത്രത്തിൽ ഓരോ രാജ്യത്തിൻ്റെയും ചരിത്രം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്കിടയിലൊക്കെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വലിയ അന്തരങ്ങളും ഗുരുതര കലാപങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ജാതി വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ ബ്രാഹ്മണികത, അവരുടെ സാമൂഹിക ജീവിത സമ്പ്രദായം ഇവ തകരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ മുൻകരുതലുകൾ എടുത്തോ അതൊക്കെ മനുസ്മൃതിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ജാതീയത എന്ന് പറഞ്ഞ ചില പ്രത്യേക വ്യവസ്ഥയിൽ, ക്രൂരമായ തരംതിരിവിൽ അല്ലെങ്കിൽ ക്രൂരമായ ഇടപഴലുകളി, ബ്രാഹ്മണികത എന്ന അവസ്ഥ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. ഒരു വിദ്യാർത്ഥിയുടെ മാനസിക ചുറ്റുപാട്, കാലഘട്ടം ഇവയൊക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഈ ബ്രാഹ്മണികത എന്ന് പറയുന്നത്. അതൊരു അവസ്ഥയാണ്. വളരെ മോശപ്പെട്ട ചുറ്റുപാട് അല്ലെങ്കിൽ കാലഘട്ടം, ജനറേഷൻ ഗ്യാപ്പ്, ഇതിലൊക്കെ ഒരു വിദ്യാർത്ഥിയുടെ മാനസിക നിലവാരം ഒരു മാനസിക നിലവാരമാണെങ്കിൽ ആ കുട്ടിക്ക് ആ ജീവിതത്തോടൊന്നും പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ ബ്രാഹ്മണികത എന്ന അവസ്ഥ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ അവസ്ഥയിൽ ജാതീയമായ അകൽച്ചയും അതിനകത്തെ തകരാറുമാണ് അംബേദ്കർ മനുസ്മൃതിയും പൗരാണികതയും എതിർക്കാൻ കാരണം. അപ്പോൾ ഈ എതിർക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യക്ക് മുമ്പുള്ള കാലഘട്ട ചരിത്രം പരിശോധിച്ചാൽ ജാതീയത എന്താണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ അടിച്ചമർത്തലുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കൈപ്പേറിയ അനുഭവങ്ങൾ തലമുറകളായിട്ട് അനുഭവപ്പെടുന്നു. ഒരു തൊഴിലിൽ നിന്നും അതിൻ്റെ ആ മാനസിക നിലവാരത്തിലെത്തി പിന്നീട് അവർക്ക് ആ സാമൂഹിക ജീവിതം അല്ലെങ്കിൽ രാജാവ് ബ്രാഹ്മണികനാകുന്നു, രാജാവിനേക്കാൾ ബ്രാഹ്മണികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു താഴ്ന്ന ജാതിയിലെ ഒരാൾ രാജാവായാലും ആ രാജാവ് പോലും ബ്രാഹ്മണികതയെ മാനിക്കണം. അപ്പോൾ എന്നാൽ പോലും ഒരു താഴ്ന്ന ജാതിക്കാരന് ബ്രാഹ്മണികത ലഭ്യമാക്കുന്ന ഒരു സാമൂഹിക അല്ലെങ്കിൽ ഒരു കുടുംബ വ്യവസ്ഥ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കപ്പെടുകയായിരുന്നു. ഇതൊക്കെ കാണാപ്പാഠം പഠിച്ചത്, ഇവയൊക്കെ എഴുതിയിരിക്കുന്നത് സംസ്കൃതത്തിലാണ്. ഇവയൊക്കെ കാണാപ്പാഠം പഠിച്ച് ചെയ്യുന്നതിന് പകരം ചിന്തിച്ച് സമൂഹത്തെ വിശകലനം ചെയ്ത് ജീവിക്കുക എന്നുള്ളത് വളരെ നല്ല മനസ്സുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ചില അല്പം മനസ്കരുടെ സങ്കുചിതമായ ചിന്തകൾക്കുള്ളിൽ ഇവയൊക്കെ ഒതുക്കപ്പെട്ടത് കൊണ്ടുള്ള സാമൂഹിക വ്യവസ്ഥകൾക്കുണ്ടായ തകരാറുകൾ അവയൊക്കെയായിരുന്നു ഇവയൊക്കെ എതിർക്കാൻ കാരണം. എന്നാൽ ഗാന്ധിയൻ ചിന്തകൾ അങ്ങനെയല്ല. ഗാന്ധിയൻ ചിന്തകൾ ഈ ഹൈന്ദവ
ബ്രാഹ്മണികതയിലുള്ള അടിയുറച്ച ജീവിതം തന്നെയായിരുന്നു. അപ്പോൾ ഈ രണ്ട് അന്തരങ്ങൾക്കിടയിലും വിഭാഗീയത ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാലഘട്ടങ്ങൾക്കിടയിലുള്ള കാലഘട്ടങ്ങൾ അതിനിടയിലുള്ള ആ അകൽച്ചയും അടിച്ചമർത്തലും ഇതിനൊക്കെ പ്രധാന കാരണം ഉള്ളവനും ഇല്ലാത്തവനും, അല്ലെങ്കിൽ ഇവയൊക്കെ ഏത് ഭാഗത്ത് പോയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൗരവസഭയിൽ പാഞ്ചാലിമാർ ഇവിടെ എത്രയോ ഇപ്പോഴും അവമാനിക്കപ്പെടുന്നുണ്ട്. കാലഘട്ടങ്ങൾ മാറിയാലും സിറ്റുവേഷൻ മാറിയാലും അവയൊക്കെ മാറി മാറി വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് താരതമ്യം ചെയ്യാനൊക്കെ സാധിക്കുന്നത് ഈ ഇവയൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഇവയൊന്നും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കും, എങ്ങനെ ജീവിക്കും? ഇതൊന്നുമില്ല, എല്ലാം തകർത്തു, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എങ്ങനെ ജീവിക്കും? അതായിരുന്നു ഇവയൊക്കെ എതിർക്കാനുള്ള കാരണം. അങ്ങനെയുള്ളൊരു ജീവിതം, മനുഷ്യർക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയണം എന്നുള്ള ഒരു ജീവിതമായിരുന്നു ഇവയൊക്കെ അർത്ഥമാക്കിയിരുന്നത്.